ഹായ് ഗായ്സ്, അപ്പോൾ ഇത് തേർഡ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് ഞങ്ങൾ ഹാളിലേക്ക് പോയി. കുറച്ച് പാക്കിങ്സ് ഉണ്ടായിരുന്നു. കൊങ്ങനീസിൻ്റെ കല്യാണത്തിന് ഊണിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുക്കും. അപ്പോൾ അതൊരു പാക്കറ്റിലാക്കിയാണ് കൊടുക്കുന്നത്. അതിൽ കാഷ്യൂ, സ്വീറ്റ്സ്, മിഠായി, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് പാക്ക് ചെയ്യണം. ഇതാ പാക്കറ്റിൻ്റെ കൂടെ കൊടുക്കാനുള്ള മിഠായിയാണ്. മിഠായിയുടെ പാക്കറ്റ് അതിൻ്റെ മേളിലാണ് ഈ കവറിങ് വന്നേക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടപ്പോൾ. ഒരു 400 അടുത്ത് പാക്കറ്റൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ ഫുഡ് റെഡി ആയപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ പോയി. നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇതാണ് ഊണ്. ചോറ് തിന്നാത്തോ ഓവറാവല്ലേ. Tomorrow is your wedding. A day to go. അങ്ങനെ കുറച്ചും കൂടി പാക്കിംഗ് ഉണ്ടായിരുന്നു. ബാക്കിയും കൂടി എല്ലാവരും കൂടി ഇരുന്ന് പാക്ക് ചെയ്യണേണ്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ നല്ല ചൂട് ചായയും ചൂട് വടയൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. കാരണം വൈകിട്ട് ചെറിയൊരു പൂജയും കാര്യങ്ങളും പിന്നെ മെഹന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് റെഡി ആയിട്ട് വന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി മെഹന്തി ഇടാൻ പോണേണ്. അതിൻ്റെ ഇടയിൽ ചെറിയ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈ മെഹന്തി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അന്ന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. കല്യാണത്തിന് പോകാൻ പോവേണ്. ഇനി അങ്ങനെ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും കഴിക്കണം. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഇനി ഞങ്ങൾ പെണ്ണിനെ കാണാൻ പോവാണ് ഗൈസ്. ഷി വാസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടുകാരെയും ചെക്കനെയും കൂടി വരവേൽക്കണേണ്. അങ്ങനെ അടുത്തത് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയാണ്.
ഇനി നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങണേന്. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു ഗൈസ്, ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ്. ഇനി പെണ്ണ് ഫസ്റ്റ് സാരി മാറ്റി സെക്കൻഡ് സാരി എടുക്കാൻ പോണേന്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരി കാണാനായിട്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോവും. അതായത് ഞങ്ങൾക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം. ഞങ്ങളപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ക്ഷീണമാണ് കാണുന്നത് ഗൈസ്. ഞങ്ങളിപ്പോൾ നൈറ്റ് ചെക്കൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിച്ച് നേരെ വീട്ടിൽ പോയി. അതായിരുന്നു വെഡിങ് ഡേ. നമ്മളെന്തായാലും എല്ലാ ദിവസവും നല്ലോണം എൻജോയ് ചെയ്തു. See you on next video. Bye.